സിക്സ്ത് ക്ലാസ് ഇംഗ്ലീഷ് ഓഫ് മെനി ഹ്യൂസ് യൂണിറ്റ് 1 ഓഫ് മെനി ഹ്യൂസിലെ മൂന്നാമത്തെ പാഠഭാഗമാണ് ക്രൗബോയ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ മലയാളം എക്സ്പ്ലനേഷൻ, അതേപോലെ തന്നെ പാഠപുസ്തകത്തിലെ ചോദ്യോത്തരങ്ങൾ, ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡിൻ്റെ വേർഡ് മീനിങ്ങും മലയാളത്തിലുള്ള അർത്ഥവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി യൂണിറ്റ് 1 നെയിംസ് ആൻഡ് നെയിംസ്, ദ കളേഴ്സ് ഓഫ് എർത്ത് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുമായി ബന്ധപ്പെട്ട യൂണിറ്റ് ടെസ്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ വേണ്ടവർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ക്രൗബോയിലെ ആദ്യം തന്നെ നമുക്ക് വായിച്ച് അതിൻ്റെ മലയാള അർത്ഥങ്ങളൊക്കെ നോക്കാം. പിന്നീട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറും ഡിസ്കസ് ചെയ്യാം. Let's read a story of a shy and quiet boy who had incredible talents that made him special on his way. ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഭയങ്കര ശാന്തനും അതേപോലെ നാണമുള്ളവനുമായ ഭയങ്കര ലജ്ജയുള്ളതുമായ ഒരു ബോയിയെക്കുറിച്ചുള്ള കഥയാണ്. ഈ ബോയ്ക്ക് എന്താ സവിശേഷത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻക്രെഡിബിൾ ടാലൻ്റ് ആണുള്ളത്. വളരെയധികം അസാധാരണമായ കഴിവുകളുള്ള ഒരു കുട്ടിയാണ്. ദാറ്റ് മേഡ് ഹിം സ്പെഷ്യൽ ഇൻ ഹിസ് ഓൺ വേ. അവനെ അവൻ്റേതായിട്ടുള്ള രീതിയിൽ സ്പെഷ്യലാക്കുന്ന ഒരുപാട് ടാലൻസ് ഉള്ള ഒരു കുട്ടിയുടെ കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. പാഠത്തിൻ്റെ പേരാണ് ക്രൗബോയ്. എഴുതിയതാരാണ്? ടാരോ യാഷിമ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു സിനിമയാണ്. ക്രൗബോയ് എന്ന് പറയുന്നത് ഒരു സിനിമയാണ്. അത് ഈ ക്രൗബോയ് എന്ന ഈ സ്റ്റോറിയെ ആസ്പദമാക്കിയിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വായിച്ചു നോക്കാം. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് അവർ വില്ലേജ് സ്കൂൾ. അപ്പം എവിടെയാണ് പഠിക്കുന്നത്? ഒരു ഗ്രാമത്തിലുള്ള ഒരു സ്കൂളാണ് പഠിക്കുന്നത്. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് അവർ വില്ലേജ് സ്കൂൾ, ഞങ്ങളുടെ ഗ്രാമത്തിലെ ആദ്യത്തെ ദിവസം, വൺ ഓഫ് ദ ബോയ്സ് വാസ് ഫൗണ്ട് മിസ്സിങ്. അതിൽ ആൺകുട്ടികളിൽ ഒരാളെ കാണാതായി. വൺ ഓഫ് ദ ബോയ്സ് വാസ് ഫൗണ്ട് മിസ്സിങ്. അപ്പോൾ ആൺകുട്ടികളിൽ ഒരാളെ കാണാതായി. He had hidden himself in a cellar in the school house. അപ്പോൾ എവിടെയായിരുന്നു അവന്? സ്കൂളിൽ തന്നെ ഒരു നിലവറയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. സെല്ലാർ എന്ന് പറഞ്ഞാൽ നിലവറ, സാധനങ്ങളൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം, അതാണ് സെല്ലാർ അഥവാ നിലവറ. അപ്പോൾ ഒരു കുട്ടിയെ കാണാതായി. അവൻ എവിടെ ഉണ്ടായിരുന്നു? അവിടുത്തെ സെല്ലാറിൽ, നിലവറയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. നൺ ഓഫ് us knew him. ഞങ്ങൾക്കൊന്നും അവനെ അറിയില്ല. ഹി വാസ് ഡാർക്ക് ആൻഡ് സ്മോൾ. അവന് നിറം എന്തായിരുന്നു? ഡാർക്കായിരുന്നു, ഇരുണ്ട നിറമുള്ളവനായിരുന്നു. പിന്നെ സ്മോൾ, പൊക്കം കുറഞ്ഞവനായിരുന്നു. ഹി ലുക്ക്ഡ് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ സ്റ്റുഡൻസ്. അവന് മറ്റുള്ള സ്റ്റുഡൻസിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ട്, വ്യത്യസ്തനായി കാണപ്പെട്ടു. ഹി വാസ് ഡാർക്ക് ആൻഡ് സ്മോൾ. ഡാർക്കായിരുന്നു, സ്മോൾ ആയിരുന്നു. ഹി ലുക്ക്ഡ് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ സ്റ്റുഡൻസ്. മറ്റുള്ള സ്റ്റുഡൻസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരുന്നു. ഹി ലിവ്ഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് മൗണ്ടെയിൻ. അവൻ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? മൗണ്ടെയിൻ എന്ന് പറഞ്ഞാൽ പർവ്വതം. പർവ്വതത്തിൻ്റെ അതർ സൈഡ്, മറുവശത്താണ് അവൻ താമസിച്ചിരുന്നത്. ഓക്കെ, ഹി ലിവ്ഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് മൗണ്ടെയിൻ. മൗണ്ടെയിൻ്റെ മറുവശത്താണ് അവൻ താമസിച്ചിരുന്നത്. ബിക്കോസ് ഹിസ് സൈസ്, അവൻ്റെ ഒരു വലിപ്പം കാരണം, ഹി വാസ് നിക്നെയിംഡ് ചിബി, വിച്ച് മെൻറ്റ് എ ടൈനി ബോയ്. അപ്പം നമ്മൾ സ്കൂളിലൊക്കെ എന്തെങ്കിലും ഇരട്ടപ്പേരൊക്കെ വിളിക്കുമല്ലോ, അതേപോലെ അവന് എന്താണ് പേരിട്ടിരിക്കുന്നത്? ചിബി എന്നാണ് അവനെ നിക്നെയിമായിട്ട് വിളിച്ചിരിക്കുന്നത്. അവനെ എന്താ വിളിച്ചിരുന്നത്? നിക്നെയിം. അവനെ വിളിക്കുന്ന പേരാണ്, വിളിപ്പേരാണ് ചിബി. ചിബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വിച്ച് മെൻറ്റ് ടൈനി ബോയ്, ചെറിയ കുട്ടി എന്നാണ് ചിബി എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ ചിബിയെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടിയല്ലോ. അവന് ഒരു ശാന്തനായ, ഒരു ഷൈ ആയ ആളായിരുന്നു. അതേപോലെ തന്നെ ഹി വാസ് ഡാർക്ക് ആൻഡ് സ്മോൾ. ഹി ലുക്ക്ഡ് ഡിഫറെൻറ്റ് ഫ്രം ദ അതർ സ്റ്റുഡൻസ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വൈ ഡിഡ് ചിബി, രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈ ഡിഡ് ചിബി ഹൈഡ് ഇൻ ദ സെല്ലാർ? അവൻ എന്താണ് സെല്ലാറിൽ, നിലവറയിൽ ഒളിച്ചിരുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ നിക്നെയിം ചിബി മീൻസ്? ഈ ചിബി എന്ന നിക്നെയിമിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നോക്കാം. എന്താണ് സെല്ലാറിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നത്?
ചിബി ഹൈഡ് ഇൻ ദ സെല്ല ബിക്കോസ് ഹി വാസ് ഷൈ, നാണക്കാരനായിരുന്നു. ആൻഡ് അഫ്രൈഡ് ടു ജോയിൻ ദ അതർ സ്റ്റുഡൻറ്റ്, മറ്റുള്ള സ്റ്റുഡൻസുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യാനും മറ്റുള്ള കൂട്ടുകൂടാനും അവന് പേടിച്ചിരുന്നു. അപ്പോൾ ഹി വാസ് ഷൈ ആൻഡ് അഫ്രൈഡ് ടു ജോയിൻ ദ അതർ സ്റ്റുഡൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചിബി എന്ന് പറയുന്നത്? അതിൻ്റെ ആൻസർ വളരെ നമുക്കറിയാം. ചിബി മീൻസ് ടൈനി ബോയ്സ്. ചിബി മീൻസ് ടൈനി ബോയ് ബിക്കോസ് ഓഫ് ഇസ് സ്മോൾ സൈസ്. നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. ദിസ് സ്ട്രേഞ്ച് ബോയ് വാസ് ടു സ്കെയർഡ് ഓഫ് അവർ ടീച്ചർ ടു ലേൺ എനിത്തിങ്. ഈ കുട്ടിക്ക്, സ്ട്രേഞ്ച് ബോയ് എന്ന് പറഞ്ഞാൽ അസാധാരണമായ കുട്ടിക്ക്, ടീച്ചറെ പേടിയായിരുന്നു. സ്കെയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേടി. സ്കെയർഡ് ഓഫ് അവർ ടീച്ചർ, ഞങ്ങളുടെ ടീച്ചറെ പേടിയായിരുന്നു. ടു ലേൺ എനിത്തിങ്, അതുകൊണ്ട് തന്നെ ഒന്നും പഠിക്കാൻ അവനക്ക് കഴിഞ്ഞിരുന്നില്ല. ഹി വാസ് ടു സ്കെയർഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ചിൽഡ്രൻ. പിന്നെ എന്തൊക്കെ പേടിയായിരുന്നു? മറ്റു കുട്ടികളുമായി ഫ്രണ്ട്സ് ആവാൻ വേണ്ടിയിട്ട് അതിനും അവനക്ക് പേടിയായിരുന്നു. അപ്പോൾ അവൻ എന്തിനെല്ലാം പേടിയായിരുന്നു? ഹി വാസ് ടു സ്കെയർഡ് ഫോർ ടു ലേൺ എനിത്തിങ്, എന്തെങ്കിലും പഠിക്കാൻ അവനക്ക് പേടിയായിരുന്നു. ഹി വാസ് ടു സ്കെയർഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ചിൽഡ്രൻ, മറ്റുള്ളവരുടെ ചിൽഡ്രനുമായിട്ട്, കുട്ടികളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും അവനക്ക് പേടിയായിരുന്നു. സോ ഹി വാസ് ലെഫ്റ്റ് അലോൺ അറ്റ് സ്റ്റഡി ടൈം ആൻഡ് പ്ലേ ടൈം. അതുകൊണ്ട് തന്നെ അവന് പഠിക്കുന്ന സമയത്തും അതേപോലെ തന്നെ കളിക്കുന്ന സമയത്തൊക്കെ അവൻ എന്തായിരുന്നു? ഒറ്റക്കായിരുന്നു. ഹി വാസ് ലെഫ്റ്റ് അലോൺ, അവൻ ഒറ്റക്കായിരുന്നു. ഹി വാസ് ഓൾവേസ് അറ്റ് ദ ബാക്ക് ഓഫ് എ ക്ലാസ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ലൈൻ. അവൻ എവിടെയായിരുന്നു ഇരുന്നത്? എപ്പോഴും ക്ലാസ്സിൻ്റെ അവസാനം ബാക്കിലാണ് അവൻ ഇരുന്നത്. അതേപോലെ തന്നെ ഈ വരിയുടെ അവസാനത്തിലുമായിരുന്നു അവൻ എപ്പോഴും ഉണ്ടായിരുന്നത്. അപ്പോൾ എപ്പോഴും അവന് മുന്നോട്ട് വരാൻ മടിച്ചിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. വൈ വാസ് ചിബി ലെഫ്റ്റ് അലോൺ അറ്റ് സ്റ്റഡി ടൈം? സ്റ്റഡി ടൈമിൽ ചിബി ഒറ്റക്കായിരുന്നത് എന്തുകൊണ്ടാണ്? ചിബി വാസ് ടു സ്കെയർഡ് ടു മേക്ക് ഫ്രണ്ട്സ്. ചിബിക്ക് എന്തിനു പേടിയായിരുന്നു? സ്കെയർഡ് എന്ന് പറഞ്ഞാൽ പേടി. എന്തിനായിരുന്നു പേടി? ടു മേക്ക് ഫ്രണ്ട്സ്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും അവനക്ക് പേടിയായിരുന്നു. സോ ഹി വാസ് ലെഫ്റ്റ് അലോൺ ഡ്യൂറിങ് സ്റ്റഡി ടൈം. അതുകൊണ്ട് തന്നെ സ്റ്റഡി ടൈമിലൊക്കെ അവൻ എന്തായിരുന്നു? ഒറ്റക്കായിരുന്നു. നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. ബട്ട് ചിബി ഫൗണ്ട് മെനി വേസ് ടു പാസ് ദ ടൈം ആൻഡ് അമ്യൂസ് ഹിംസെൽഫ്. പക്ഷേ കളിക്കാനും പഠന സമയത്തൊക്കെ ഒറ്റക്കായിരുന്നു, ക്ലാസ്സിൻ്റെ ബാക്ക് ബെഞ്ചിലായിരുന്നു ഇരുന്നത് എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ ആ സമയം കളഞ്ഞത്. പക്ഷേ ചിബി ഫൗണ്ട് മെനി വേസ്, അപ്പോൾ സമയം കളയാനും അതേപോലെ തന്നെ ആൻഡ് അമ്യൂസ് ഹിംസെൽഫ്, സ്വയം രസിക്കാനും വളരെ പല വഴികളും കണ്ടെത്തി. ഓക്കെ, എന്തൊക്കെയാണ് ചെയ്തത്? ഹി വുഡ് ജസ്റ്റ് സ്റ്റെയർ അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഡെസ്ക് ഫോർ എ ലോങ് ടൈം. അപ്പോൾ സമയം കളയാൻ ടൈം പാസ്സൊക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നത്? തൻ്റെ മേശയുടെ മുകളിലേക്ക് നോക്കി ഇങ്ങനെ കുറേ നേരം മുകളിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. സംടൈംസ് ഹി വുഡ് ലൈ ഗേസിങ് അറ്റ് ദ സീലിംഗ് ഫോർ ഹവേഴ്സ്. അപ്പോൾ എത്രയോ നേരം ഇങ്ങനെ സീലിംഗ് നോക്കി ഇരിക്കുമായിരുന്നു. There were many things to interest him. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ആവുന്ന പല കാര്യങ്ങളും ഉണ്ട്. വേറെ എന്താ കാര്യം? The design on the shirt of a boy sitting next to him or what he could see out of the window. വേറെ എന്തൊക്കെയാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്? അടുത്തിരിക്കുന്ന കുട്ടിയുടെ ഡിസൈൻ നോക്കിയിരിക്കും, ഷർട്ടിൻ്റെ ഡിസൈൻ ഇങ്ങനെ നോക്കിയിരിക്കും, അല്ലെങ്കിൽ ജനാലിൽ കൂടെ ഇങ്ങനെ നോക്കിയിരിക്കും. ഇതൊക്കെയായിരുന്നു there are many ways to ടൈം പാസ്. അപ്പോൾ ഒരുപാട് സമയമുണ്ടല്ലോ, എല്ലാവരും കളിക്കുന്നതും പഠിക്കുന്നതും സമയത്ത് ചിബി ഒറ്റയ്ക്കാണ്. അപ്പോൾ ചിബി കണ്ടെത്തിയ വഴികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ചിബി വുഡ് സ്റ്റെയർ അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഡെസ്ക്, ഗെയ്സ് അറ്റ് ദ സീലിംഗ്, ഒബ്സർവ് ദ ഡിസൈൻ ഓൺ എ നിയർ ബൈ സ്റ്റുഡൻറ്റ് ഷർട്ട് ഓർ ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോ. ഇതൊക്കെയായിരുന്നു ചിബി ടൈം പാസ് ചെയ്തിരുന്ന കാര്യങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡിഡ് ചിബി അമ്യൂസ് ഹിംസെൽഫ് ഡ്യൂറിങ് ക്ലാസ് അവേഴ്സ്? ഡ്യൂറിങ് ക്ലാസ് അവേഴ്സ് ചിബി എങ്ങനെയാണ് തന്നെ രസിപ്പിച്ചിരുന്നത്? ഹി സ്റ്റെയർഡ് അറ്റ് ഹിസ് ഡെസ്ക്, ഗേസ്ഡ് അറ്റ് ദ സീലിംഗ്, വാച്ച്ഡ് ദ ഡിസൈൻസ് ഓൺ ഷർട്ട്സ് ആൻഡ് ലുക്ക്ഡ് ഔട്ട് ഓഫ് ദി വിൻഡോ. ഇത്രയും കാര്യങ്ങളാണ് ചിബി ചെയ്തിരുന്നത് അല്ലേ? ഡെസ്കിൻ്റെ ടോപ്പിൽ നോക്കുക, പിന്നെ അതേപോലെ സീലിംഗ് നോക്കിയിരിക്കുക, പിന്നെന്താണ് ഷർട്ടിൻ്റെ ഡിസൈൻ നോക്കുക, ജനലിലൂടെ പുറത്തേക്ക് നോക്കിക്കുക. അത്രയും കാര്യങ്ങളാണ് ചിബി ചെയ്തിരുന്നത്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇൻ ദ
playground, Chibi would just close his eyes and listen to the wonderful sounds that came from near and far. ഇനി കളിസ്ഥലത്ത് ഇപ്പോൾ ക്ലാസ് ടൈമിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി കളിസ്ഥലത്ത് പ്ലേ ഗ്രൗണ്ട് പോയാൽ എന്താ ചിബി ചെയ്യുക? കണ്ണുകൾ അടച്ചിരിക്കും. ചിബി വുഡ് ജസ്റ്റ് ക്ലോസ് ഹിസ് ഐസ്. കണ്ണുകൾ അടച്ചിരുന്ന് ആൻഡ് ലിസൺ ടു ദ വണ്ടർഫുൾ സൗണ്ട്സ്. ഈ അടുത്തു നിന്നും വരുന്ന ശബ്ദങ്ങൾ, ദൂരെ നിന്നും അടുത്തു നിന്നും വരുന്ന വണ്ടർഫുൾ സൗണ്ട്സ്, നല്ല അത്ഭുതകരമായ ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. അതാണ് പ്ലേ ഗ്രൗണ്ടിൽ ചെയ്തിരുന്നത്. എന്താണ്? ഇൻ ദ പ്ലേ ഗ്രൗണ്ട് ചിബി വുഡ് ജസ്റ്റ് ക്ലോസ് ഹിസ് ഐസ് ആൻഡ് ലിസൺ ടു ദ വണ്ടർഫുൾ സൗണ്ട്സ് ദാറ്റ് കെയിം ഫ്രം നിയർ ആൻഡ് ഫാർ ആൻഡ് ഹീ കുഡ് ഹോൾഡ് ആൻഡ് വാച്ച് ഇൻസെക്ട്സ്. പിന്നെന്താ ചെയ്തിരുന്നത്? ഇൻസെക്ട്സ്, പ്രാണികളുണ്ടല്ലോ, പ്രാണികളെയൊക്കെ നോക്കും അല്ലെങ്കിൽ തൊടും. ഹോൾഡ് ആൻഡ് വാച്ച് ഇൻസെക്ട്സ് ആൻഡ് ഗ്രബ്സ് ദാറ്റ് മോസ്റ്റ് ഓഫ് അസ് വുഡിൻ ടച്ച് ഓർ ഈവൻ ലുക്ക് അറ്റ്. നമ്മളൊന്നും തൊടുകയോ അല്ലെങ്കിൽ നോക്കുകയോ ചെയ്യാത്ത പ്രാണി, അതേപോലെ ഗ്രബ്സ് എന്ന് പറഞ്ഞാൽ പുഴുക്കൾ, ഇതൊക്കെ അവനിങ്ങനെ പിടിച്ചു നോക്കുമായിരുന്നു. എവരി വൺ കോൾ ഹിം സ്ലോ പോക്ക്. എല്ലാവരും അവനെ എന്താ വിളിച്ചിരുന്നത്? സ്ലോ പോക്ക് എന്ന് വിളിച്ചു. എന്താണ്? ഈവൻ ദ ചിൽഡ്രൻ ഇൻ ദ ലോവർ ക്ലാസ്സസ്, താഴെയുള്ള അതായത് ജൂനിയേഴ്സ് കുട്ടികൾ പോലും എന്താ വിളിച്ചിരുന്നത്? സ്ലോ പോക്ക് എന്നാണ് വിളിച്ചിരുന്നത്. ബട്ട് സ്ലോ പോക്ക് ഓർ നോട്ട്, ചിബി കെയിം ട്രഡ്ജിങ് ടു സ്കൂൾ എവറി ഡേ. സ്ലോ പോക്ക് ആണെങ്കിലും അല്ലെങ്കിലും എന്താണ്? ചിബി എല്ലാ ദിവസവും വളരെയധികം മടിയോടുകൂടെയാണ് സ്കൂളിലേക്ക് വരുന്നത്. കെയിം ട്രഡ്ജിങ് ടു സ്കൂൾ എവറി ഡേ. ട്രഡ്ജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മടി. ഓക്കെ. ഹീ ഓൾവേസ് ബ്രോട്ട് ദ സെയിം ലഞ്ച്. അവൻ എപ്പോഴും കൊണ്ടുവരുന്നത് ഒരേ ലഞ്ചാണ്. ഓക്കെ. എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്? എ ബോൾ ഓഫ് റൈസ്, ഒരു ഉരുള റൈസ്, ചോറ്, റാപ്ഡ് ഇൻ എ റാഡിഷ് ലീഫ്. അതെങ്ങനെയാണ്? റാഡിഷ് ലീഫിൽ, മുള്ളങ്കി എന്നൊക്കെ പറയുമല്ലോ, ആ റാഡിഷ് ഇലയിൽ പൊതിഞ്ഞിട്ട് ഒരു ഉരുള ചോറ് കൊണ്ടുവരും. പിന്നെന്താ കൊണ്ടുവരിക? ഇൻ എ റാഡിഷ് ലീഫ്. ഈവൻ വെൻ ഇറ്റ് റെയിൻഡ് ഓർ സ്റ്റോംഡ് ഹീ സ്റ്റിൽ കെയിം ട്രഡ്ജിങ് അലോങ്. ഇനി മഴ പെയ്യുന്നതായിക്കട്ടെ, കൊടുങ്കാറ്റ് വീഴുമ്പോഴാട്ടെ, അവൻ എപ്പോഴും ഒരു മടിയിലൂടെ നടന്നു വന്നു. അവനിക്ക് എപ്പോഴും വരാൻ മടിയാണ്. എങ്ങനെയാണെങ്കിലും അവനിക്ക് മടിയാണ്. ഹീ വുഡ് ദെൻ ബി റാപ്ഡ് ഇൻ എ റെയിൻകോട്ട് മെയ്ഡ് ഫ്രം സീബ്ര ഗ്രാസ്. അതായത് സീബ്ര പുല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു റെയിൻകോട്ട് അവൻ എപ്പോഴും ഇട്ടുണ്ടാവും. ഹീ റാപ്ഡ് ഇൻ എ റെയിൻകോട്ട് മെയ്ഡ് ഫ്രം സീബ്ര ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയ റെയിൻകോട്ടും ഇട്ടിട്ടാണ് അവന് വരിക. അപ്പം മൊത്തം പറഞ്ഞാൽ അവനിക്ക് സ്കൂളിൽ വരാനും അതേപോലെ തന്നെ ക്ലാസ്സിലെല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഒക്കെ അവനിക്കൊരു മടിയായിരുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡിഡ് എവരി വൺ കോൾ ചിബി സ്ലോ പോക്ക്? എല്ലാവരും സ്ലോ പോക്ക് എന്താണ് വിളിച്ചിരുന്നത് എന്നാണ് ചോദ്യം. They called Chibi a slowpoke because he was afraid of teachers. ടീച്ചേഴ്സിനെ പേടിയായിരുന്നു. could not learn, ഒന്നും പഠിക്കില്ലായിരുന്നു. and was always left at the end of the line. എപ്പോഴും ബാക്ക് ബെഞ്ചിലോ അല്ലെങ്കിൽ ലൈനിൻ്റെ അവസാനമായിരുന്നു. and stayed alone. എപ്പോഴും അവൻ ഒറ്റക്കായിരുന്നു. അതുകൊണ്ടാണ് സ്ലോ പോക്ക് എന്ന് വിളിച്ചത്. അടുത്ത പാരഗ്രാഫ് നോക്കാം. 5 years went by. 5 വർഷം കടന്നുപോയി. ആൻഡ് വി വർ ഇൻ ദ 6th grade. ഇപ്പോൾ എവിടെയാണ്? 6ാം ക്ലാസ്സിലാണ്. വി വർ ഇൻ ദ 6th grade. ഞങ്ങൾ 6ാം ക്ലാസ്സിലാണ്. ദ ലാസ്റ്റ് ക്ലാസ് ഇൻ സ്കൂൾ. സ്കൂളിലെ അവസാനത്തെ ക്ലാസ്സാണ്. അവർ ന്യൂ ടീച്ചർ മിസ്റ്റർ ഇസോബെ. ഞങ്ങളുടെ പുതിയ ടീച്ചർ എന്താണ് പേര്? മിസ്റ്റർ ഇസോബെ. ഇസോബെ വാസ് എ ഫ്രണ്ട്ലി മാൻ വിത്ത് എ കൈൻഡ് സ്മെൽ. നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. വിത്ത് എ കൈൻഡ് സ്മെൽ, നല്ല ദയയുള്ള, പുഞ്ചിരിയുള്ള, നല്ല ഫ്രണ്ട്ലി ആയ ഒരു മനുഷ്യനായിരുന്നു. ഇറ്റ് വാസ് മിസ്റ്റർ ഇസോബെ ഹൂ ചേഞ്ച്ഡ് ദ വേ വി ലുക്ക്ഡ് അറ്റ് ചിബി. അപ്പോൾ മിസ്റ്റർ ഇസോബെ ആയിരുന്നു ഞങ്ങൾ ചിബിയെ കാണുന്ന രീതി തന്നെ മാറ്റിമറിച്ചത്. നമ്മളെങ്ങനെയാണ് ചിബിയെ കാണുന്നത്? ഒരു വളരെ സ്ലോ പോക്കായിട്ടുള്ള, ബാക്ക് ബെഞ്ചറായിട്ടുള്ള, പഠിക്കാനൊന്നും ഇഷ്ടമില്ലാത്ത, ഒരു സീലിങ്ങിലേക്ക് എപ്പോഴും നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് അവർ കണ്ടത്. പക്ഷെ അതൊക്കെ ചേഞ്ച് ചെയ്തു. അതാരാണ് ചേഞ്ച് ചെയ്തത്? മിസ്റ്റർ ഇസോബെ. ഓക്കെ. ഇവിടെ ഒരു ചോദ്യമുണ്ട്. എന്താണ്? ഹൂ ചേഞ്ച്ഡ് ദ വേ വി ലുക്ക്ഡ് അറ്റ് ചിബി. ചിബിയെ നമ്മൾ കാണുന്ന രീതി ആരാണ്
മാറ്റിയത്. ആരാണ് മാറ്റിയത്? മിസ്റ്റർ ഇസോബെ. ദ ന്യൂ ടീച്ചർ ചേഞ്ച്ഡ് ദ വേ ദ സ്റ്റുഡൻസ് ലുക്ക്ഡ് അറ്റ് ചിബി. Mr. Isobe often took his class to the hilltop behind the school. മിസ്റ്റർ ഇസോബെ എവിടെ നിന്നാണ് ക്ലാസ് എടുത്തിരുന്നത്? എപ്പോഴും സ്കൂളിൻ്റെ പിന്നിലെ കുന്നിൻ മുകളിലേക്ക് ആയിരുന്നു ക്ലാസ് എടുത്തിരുന്നത്. മിസ്റ്റർ ഇസോബെ ഓഫൻ ടുക്ക് ഹിസ് ക്ലാസ് ടു ദ ഹിൽ ടോപ്പ് ബിഹൈൻഡ് ദ സ്കൂൾ. പലപ്പോഴും സ്കൂളിലെ പിന്നിലെ കുന്നിൻ മുകളിലായിരുന്നു തൻ്റെ ക്ലാസ് എടുത്തിരുന്നത്. He was pleased to learn that Chibi knew all the places where the wild grapes and wild potatoes grow. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം, ചിബിക്ക് ഈ സ്ഥലങ്ങളൊക്കെ അറിയാമെന്ന്. അപ്പോൾ കാട്ടിലെ മുന്തിരിയും വൈൽഡ് ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുന്തിരി. അപ്പോൾ കാട്ടിൽ വളരുന്ന മുന്തിരിയും അതേപോലെ തന്നെ വൈൽഡ് പൊട്ടറ്റോസ് കാട്ടിലുണ്ടാകുന്ന ഉരുളക്കിഴങ്ങും എവിടെയാണ് വളരുന്നതെന്ന് ചിബിക്കറിയാം. അത് ആർക്കറിയാം? സാറിനറിയാം. മിസ്റ്റർ ഇസോബയ്ക്ക് അറിയാം, ചിബിക്ക് ഇതെല്ലാം അറിയാവുന്നത്. ഹി വാസ് പ്ലീസ്ഡ് ടു ലേൺ ദാറ്റ് ചിബി ന്യൂ ഓൾ ദ പ്ലേസസ് വെയർ ദ വൈൽഡ് ഗ്രേപ്സ് ആൻഡ് വൈൽഡ് പൊട്ടറ്റോസ് ഗ്രോ. ഓക്കെ. He was amazed to find how much Chibi knew about all the flowers in our class garden. അതുമാത്രമല്ല, ഹി വാസ് അമേസ്ഡ്, അത്ഭുതപ്പെട്ടു. എന്ത് കേട്ടിട്ടാണ് അത്ഭുതപ്പെട്ടത്? ക്ലാസ്സിലെ ഗാർഡനിലെ എല്ലാ പൂക്കളെ കുറിച്ചിട്ടും ചിബിക്ക് അറിയാമെന്ന് കണ്ടെത്തിയപ്പോൾ അദ്ദേഹം വളരെയധികം അത്ഭുതപ്പെട്ടു. അപ്പോൾ ഇവരാണ് സ്റ്റുഡൻസ്, അവരുടെ കൂടെ പഠിക്കുന്ന ക്ലാസ്മേറ്റ്സൊക്കെ അവർക്ക് ഇതൊക്കെ അറിയാമെന്നൊക്കെ അറിയുന്നത് ഇപ്പോഴാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, കാണുന്ന രീതി എന്നത് ദേ ലുക്ക്ഡ് ചേഞ്ച്ഡ് മിസ്റ്റർ ഇസോബെ എന്ന് പറഞ്ഞത്. അപ്പം ചിബിക്ക് ഈ കാട്ടത്തെ കാര്യങ്ങളും അതേപോലെ മലഞ്ചെരുവിലെ കാര്യങ്ങളും പൂക്കളും ഒക്കെ അറിയാമെന്ന് ഇവർക്കും അറിയില്ലായിരുന്നു. ഓക്കെ. ഹി ലൈക്ഡ് ചിബീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ്സ് ആൻഡ് ടേക്ക് them up on the wall for everyone to see. അതേപോലെ തന്നെ ചിബിയുടെ കറുപ്പും വെളുപ്പും ബ്ലാക്ക് ആൻഡ് വൈറ്റ് നിറത്തിലുള്ള ചിത്രങ്ങൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നിട്ട് എന്ത് ചെയ്തു? എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് അത് ചുമരിൽ ഒട്ടിച്ച്. ആൻഡ് ടാഗ്ഡ് them up on the wall for everyone to see. He also had നോ കംപ്ലൈൻറ്റ്സ് അബൌട്ട് ചിബീസ് ഹാൻഡ് റൈറ്റിംഗ്. അദ്ദേഹത്തിന് ചിബിയുടെ ഹാൻഡ് റൈറ്റിങ്ങിനെ കുറിച്ചിട്ട് ഒരു പരാതിയും ഇല്ലായിരുന്നു. കാരണം എന്താണ്? ഓൺലി ചിബി കുഡ് റീഡ് ഇറ്റ്. ഇപ്പം ചിബി എന്താണോ എഴുതിയത് അത് ചിബിക്ക് മാത്രമേ വായിക്കാൻ അറിയൂ. എന്നിരുന്നാൽ പോലും ഹാൻഡ് റൈറ്റിംഗ് മോശമാണ്, കൊള്ളൂല എന്നൊന്നും മിസ്റ്റർ ഇസോബെ പറയില്ലായിരുന്നു. നോ കംപ്ലൈൻറ്റ്സ് അബൌട്ട് ചിബീസ് ഹാൻഡ് റൈറ്റിംഗ്, ഓൺലി ചിബി കുഡ് റീഡ് ഇറ്റ്. മിസ്റ്റർ ഇസോബെ ടാഗ്ഡ് സം ഓഫ് വാട്ട് ചിബി റോട്ട് ഓൺ ദ വാൾ. മിസ്റ്റർ ഇസോബെ എന്ത് ചെയ്തു? കുറച്ച് കാര്യങ്ങൾ ചിബി ചുമരിൽ എഴുതിയത് ചിലത് മിസ്റ്റർ ഇസോബെ എഴുതിയെടുത്തു. ടാഗ്ഡ് സം ഓഫ് what Chibi wrote on the wall, and he often spent time talking to Chibi when no one was around. പിന്നെ അദ്ദേഹം ആരില്ലാത്ത സമയത്ത് ചിബിയോട് കൂടുതൽ സംസാരിക്കാനും അതുവഴി ചിബിയോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും മിസ്റ്റർ ഇസോബെ ശ്രദ്ധിച്ചു. ഓക്കെ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം. ഹൗ ഡിഡ് മിസ്റ്റർ ഇസോബെ എൻകറേജ് ചിബി? ചിബിയെ എങ്ങനെയൊക്കെയാണ് പ്രോത്സാഹിപ്പിച്ചത്? എങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചത്? കാട്ട് ഗ്രേപ്സിനെ കുറിച്ചും വൈൽഡ് ഗ്രേപ്സിനെ കുറിച്ചും വൈൽഡ് പൊട്ടറ്റോസിനെ കുറിച്ചൊക്കെ അറിയാമെന്ന് മനസ്സിലാക്കി. അതേപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രോയിങ് ഒക്കെ ചുമരിൽ പതിപ്പിച്ചു. അങ്ങനെ കുറേ സമയം സ്പെൻഡ് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് ചിബിയെ പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ നമുക്ക് എഴുതി നോക്കാം. മിസ്റ്റർ ഇസോബെ പ്രേസ്ഡ് ചിബീസ് നോളേജ്. ചിബിയുടെ നോളജിനെ കുറിച്ച് അഭിനന്ദിച്ചു. പ്രേസ്ഡ്, സ്തുതിച്ചു, അഭിനന്ദിച്ചു എന്നൊക്കെ പറയാം. മിസ്റ്റർ ഇസോബെ പ്രേസ്ഡ് ചിബീസ് നോളേജ്, ഡിസ്പ്ലേഡ് ഇസ് ഡ്രോയിങ്സ് ആൻഡ് റൈറ്റിങ്സ്. ഓക്കെ. ആൻഡ് സ്പെൻഡ് ടൈം ടോക്കിംഗ് വിത്ത് ഹിം. ഓക്കെ. ഇങ്ങനെയൊക്കെയാണ് എൻകറേജ് ചെയ്തത്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. Chibi appeared on the stage at the talent show of that year. No one could believe his eyes. അങ്ങനെ ആ വർഷത്തെ ടാലൻറ്റ് ഷോ എത്തി. വെൻ ചിബി അപ്പിയർഡ് ഓൺ ദ സ്റ്റേജ്, അങ്ങനെ ചിബിയെ സ്റ്റേജിൽ കാണുകയാണ്. അപ്പോൾ എല്ലാവർക്കും വിശ്വസിക്കാൻ ഇല്ല, ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. നോ വൺ കുഡ് ബിലീവ് ഹിസ് ഐസ്. ആർക്കും അവരുടെ കണ്ണുകളെ തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ചിബിയോ സ്റ്റേജിലോ ടാലൻറ്റ് ഷോക്കോ അങ്ങനെ ഒരു ഇതായിപ്പോയി അവർക്ക്. Who is that? ആരാണത്?
വാട്ട് ക്യാൻ ദാറ്റ് സ്റ്റുപ്പിഡ് ഡു അപ്പ് ദർ? ആ മണ്ടൻ അവിടെ എന്താ ചെയ്യുക? ബട്ട് ദേ were astounded when Mr. Isobe announced that Chibi was going to imitate the cries of crows. അപ്പോഴാണ് മിസ്റ്റർ ഇസോബെ പറയുന്നത്, എന്താ അനൗൺസ് ചെയ്യുന്നത്? നമ്മുടെ ചിബി കാക്കകളുടെ കരച്ചിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ, അനുകരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. അസ്റ്റൗണ്ടഡ് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തുക. മിസ്റ്റർ ഇസോബെ അനൗൺസ്ഡ് ദാറ്റ് ചിബി വാസ് ഗോയിങ് ടു ഇമിറ്റേറ്റ് ദ ക്രൈസ് ഓഫ് ക്രോസ്. ക്രൈസ് ഓഫ് ക്രോസ്, കാക്കകളുടെ കരച്ചിലോ? ദേ ഹാഡ് മോർ സർപ്രൈസസ് കമ്മിങ്. അപ്പോൾ അവർക്ക് കൂടുതൽ സർപ്രൈസസ് വരാനിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, ചിബി അസെൻറ്റഡ് ദ സ്റ്റേജ്. അങ്ങനെ ചിബി ആ സ്റ്റേജിലേക്ക് വന്നു. അസെൻറ്റഡ് എന്ന് പറഞ്ഞാൽ സ്റ്റേജിലേക്ക് കയറി വരിക. ഫസ്റ്റ് ഹി ഇമിറ്റേറ്റ് ദ ക്രൈസ് ഓഫ് ദ ന്യൂലി ഹാച്ച്ഡ് ക്രോസ്. ആദ്യം അവൻ എന്താണ് അനുകരിച്ചത്? പുതുതായിട്ട് വിരിഞ്ഞ കാക്കളുണ്ടല്ലോ, ബേബി വൺസ്, അതിൻ്റെ ഒരു കരച്ചിലാണ് അവൻ ആദ്യം ഇമിറ്റേറ്റ് ചെയ്തത്. ദെൻ ഹി ഇമിറ്റേറ്റ് ദ ക്രൈസ് ഓഫ് മദർ ക്രോ ആൻഡ് ഫാദർ ക്രോ. പിന്നെ ആദ്യം ബേബികളുടെ കരച്ചിൽ, പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മക്കാക്ക, പിന്നെ അച്ഛൻ കാക്കയുടെയൊക്കെ ശബ്ദം അനുകരിച്ചു. He then went on to show how crows cried early in the morning. പിന്നെ അവന് കാണിക്കാൻ തുടങ്ങിയ എന്താണ്, എങ്ങനെയാണ് രാവിലെ കാക്കകൾ എങ്ങനെ കരയുന്നു എന്ന് അവൻ കാണിച്ചു. He also imitated the cries of crows which were happy or sad. പിന്നെന്താ കാണിച്ചത്? സന്തോഷമുള്ള കാക്കകളുടെ കരച്ചിൽ, സങ്കടമുള്ള കാക്കകളുടെ കരച്ചിൽ, അതൊക്കെ അവന് ഇമിറ്റേറ്റ് ചെയ്തു. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Everybody's mind was taken to the far mountain side from which ചിബി came to the school. അപ്പോൾ അവനിങ്ങനെ അനുകരിച്ചതൊക്കെ കണ്ടപ്പോൾ എല്ലാവരുടെയും മനസ്സ് ചിബി എങ്ങോട്ട് കൊണ്ട്? ചിബി സ്കൂളിൽ വന്ന് ദൂരെയുള്ള ആ മലഞ്ചെരുവിലേക്ക് കൊണ്ടുപോയി. Now they could imagine exactly the far and lonely place where Chibi lived with his family. ഇപ്പോൾ എല്ലാവർക്കും സങ്കല്പിക്കാൻ കഴിയും ചിബി ഫാമിലിയോടൊപ്പം താമസിച്ചിരുന്നത് ദൂരെയുള്ള ആ ലോൺലി പ്ലേസ് ഏതാണെന്ന് എല്ലാവർക്കും ഇമാജിൻ ചെയ്യാൻ കഴിഞ്ഞു. Then Mr. Isobe explained how Chibi had learned those calls. പിന്നെ മിസ്റ്റർ ഇസോബെ വന്നിട്ട് എന്ത് പറഞ്ഞു? ചിബി എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചതെന്ന് വിശദീകരിച്ചു. ലീവിങ് ഹിസ് ഹോം ഫോർ സ്കൂൾ അറ്റ് ഡോൺ ആൻഡ് റിട്ടേണിങ് അറ്റ് സൺസെറ്റ് എവറി ഡേ ഫോർ 6 long years. അപ്പോൾ എവിടെ നിന്നാണ് ഇതൊക്കെ പഠിച്ചത്? 6 വർഷക്കാലം എല്ലാ ദിവസവും പുലർച്ചെ, ഡോൺ എന്ന് പറഞ്ഞാൽ DAW എന്ന് പറഞ്ഞാൽ പുലർച്ചെ സ്കൂളിൽ പോകാനും പിന്നെ സൺസെറ്റ് ആകുമ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് തിരിച്ചെത്തുക. അപ്പോൾ എല്ലാം ഈ ക്രൈസ്, ഈ കരച്ചിൽ, കാക്കകളുടെ പക്ഷികളുടെ കരച്ചിലൊക്കെ അവനെ ഒബ്സർവ് ചെയ്ത് അങ്ങനെ അവന് പഠിച്ചതാണ്. Every one of us cried thinking how much we had been wrong to Chibi all those long years. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായി. എന്താ വിഷമമായത്? ഇത്രയും ലോങ് ഇയേഴ്സ്, ഇത്രയും നീണ്ട വർഷം നമ്മൾ ചിബിയോട് എത്രമാത്രം തെറ്റ് ചെയ്തെന്ന് ആലോചിച്ച് ഓരോരുത്തരും കരയാൻ തുടങ്ങി. ഈവൻ ഗ്രോൺ-അപ്സ് വൈപ്ഡ് ദെയർ ഐസ് സേയിങ് യെസ് യെസ് ഹി ഈസ് വണ്ടർഫുൾ. വലിയ ആൾക്കാർ പോലും കണ്ണുകൾ തുടച്ചു, എന്നിട്ട് പറഞ്ഞു യെസ് യെസ് ഹി ഈസ് വണ്ടർഫുൾ, അവനൊരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ആളാണ് എന്ന് പറഞ്ഞു. Chibi was the only one in our class honored for perfect attendance through all the 6 years. ഈ 6 വർഷവും അറ്റൻഡൻസിന് ഹോണർ കിട്ടിയത്, ആദരിക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിബി ആയിരുന്നു. അപ്പോൾ ചിബി എത്ര ദൂരെ നിന്നാണ്, മലഞ്ചെരുവിൽ നിന്നാണ് വരുന്നത്, എന്നാലും ഒരു മടി ഉണ്ടെങ്കിൽ കൂടിയിട്ടും ഒരു ദിവസത്തെ ക്ലാസ്സും കട്ട് ചെയ്യാറില്ല. ചിബി സ്റ്റിൽ കെയിം ടു ദ വില്ലേജ് ടു സെൽ ദ ചാർക്കോൾ ഹി ആൻഡ് ഹിസ് ഫാമിലി മെയ്ഡ്. ചിബി ഇപ്പോഴും താനും കുടുംബവും ഉണ്ടാക്കിയ കരി വിൽക്കാൻ ഗ്രാമത്തിൽ വന്നു. പക്ഷേ ആരും അവനെ നോബഡി കോൾഡ് ഹിം ചിബി എനിമോർ. ആരും അവനെ ചിബി എന്ന് വിളിച്ചിരുന്നില്ല. വി കോൾഡ് ഹിം ക്രോബോയ്. ഹായ് ക്രോബോയ്. വി സ്റ്റിൽ ഹിയർഡ് ഹിസ് ഇമിറ്റേഷൻ ഓഫ് ഹാപ്പി ക്രോ ആൻഡ് ഹി റിട്ടേൺ ഹോം അലോങ് ദ മൗണ്ടൻ റോഡ്. അപ്പോൾ ആദ്യം കളിയാക്കി വിളിക്കുകയായിരുന്നു. ചിബി എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മൾ പറഞ്ഞല്ലോ, സ്മോൾ ബോയ്, ഒരു ചെറിയ കുട്ടി എന്നുള്ള അർത്ഥത്തിൽ അവർ വിളിപ്പേരായിട്ട് നിക്നെയിമായിട്ട് വിളിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ അവനെ ആരും വിളിക്കുന്നില്ല. അവനെ ക്രോബോയ് എന്നാണ്, കാക്കക്കുട്ടി എന്നാണ് എല്ലാവരും വിളിച്ചിരുന്നത്. അപ്പോൾ അവന് വളരെ ആ മൗണ്ടൻ റോഡിലൂടെ അവൻ വളരെ സന്തോഷത്തോടെ
കാക്കയെ അനുകരിക്കുന്നത് ഞങ്ങളിപ്പോഴും കേട്ടു. അതോടുകൂടി ക്ലാസ് അവസാനിക്കുകയാണ്. ഈ ചാപ്റ്റർ അവസാനിച്ചു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും വളരെ നല്ല രസകരമായ ഒരു കഥയാണ്. ഈ കഥയിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ആരെയും ഒറ്റപ്പെടുത്തരുത്. ഓരോ കുട്ടികൾക്കും അവൻ്റേതായിട്ടുള്ള കഴിവുകളും അതേപോലെ കുറവുകളും ഉണ്ടാകും. അപ്പോൾ നമ്മൾ അതിനെയൊന്നും എന്താക്കാൻ പാടില്ല, പരിഹസിക്കാനൊന്നും പാടില്ല. ഓക്കെ, ഇനി നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ഡിഡ് ചിബി ലേൺ ദ ക്രൈസ് ഓഫ് ദ ക്രൗസ്? കാക്കകളുടെ കരച്ചിൽ എങ്ങനെയാണ് പഠിച്ചത്? He learned them by walking through the mountains every day for 6 years and listening to the crows. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. How did the other children react to Chibi's performance? എങ്ങനെയാണ് മറ്റുള്ള കുട്ടികൾ ഈ ഒരു ചിബിയുടെ പെർഫോമൻസ് പ്രകടനത്തെ എങ്ങനെയാണ് റിയാക്ട് ചെയ്തതെന്ന് അവരെങ്ങനെ പ്രതികരിച്ചു? അവരെല്ലാവരും അത്ഭുതപ്പെട്ടു പോയല്ലേ? ദേ വർ അമേസ്ഡ്, റിയലൈസ്ഡ് ഹിസ് ടാലൻറ്റ്, അവൻ്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞു. ആൻഡ് ഫെൽറ്റ് സോറി ഫോർ ട്രീറ്റിംഗ് ഹിം ബാഡ്ലി, അവനെ വളരെ ബാഡായിട്ട് ട്രീറ്റ് ചെയ്തതിനെ കുറിച്ച് അവർക്ക് വളരെ സങ്കടം തോന്നി. ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ന്യൂ നെയിം ഡിഡ് ചിബി ഗെറ്റ് ആഫ്റ്റർ ദ ടാലൻറ്റ് ഷോ? വൈ? എന്താണ് ടാലൻറ്റ് ഷോയ്ക്ക് ശേഷം ചിബിക്ക് കിട്ടിയ പുതിയ പേര്? എന്തുകൊണ്ട്? ചിബി വാസ് കോൾഡ് ക്രോ ബോയ് because of his wonderful ability to imitate the cries of crows.